ആർട്ട്ലിസ്മിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അഭിജ്ഞ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോസ്റ്റ്ലി എല്ലാവർക്കും ഡൗട്ടുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ ആർട്ട് സപ്ലൈസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതായത് ഓരോ ബ്രഷുകൾ എങ്ങനെ യൂസ് ചെയ്യണം, നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്താലാണ് ബ്രഷ് ഡാമേജ് ആവാണ്ടിരിക്കുക. എനിക്കങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കാണിക്കാൻ. ഞാനൊക്കെ എത്രയാണെന്നറിയോ ഡാമേജ് ചെയ്ത് കളഞ്ഞത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയാത്തതിനെ കൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നു അന്ന് എനിക്ക് ആരും പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ കുറേ പ്രശ്നം എനിക്ക് സേവ് ചെയ്യായിരുന്നു. അപ്പം ഇന്ന് കുറേ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടം പോലെ ഡാമേജ് സാധനങ്ങൾ കയ്യിലുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ മെയിൻ ടോപ്പിക്. അപ്പോൾ ഈ ചാനലിലേക്ക് ന്യൂ കമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെല്ലൈക്കൺ അടിക്കാണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്സ് ബിലോ. പിന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക. സോ പ്ലീസ് ഡു ഷെയർ ദ വീഡിയോസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ ബ്രഷ് വാങ്ങുമ്പം അതിൻ്റെ ആ ഹെയർസൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റിഫ്നർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ബ്രഷ് കിട്ടുമ്പോൾ ആദ്യം അതിനെ വെള്ളത്തിൽ നല്ലോണം വാഷ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ബ്രഷ് പുതിയ വാങ്ങുമ്പോൾ ഭയങ്കര സ്റ്റിഫായി എന്നിട്ട് അത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യാതെ നിൽക്കണ്ട. അപ്പോൾ ജസ്റ്റ് ആ സ്റ്റിഫ്നേഴ്സിനെ വെള്ളത്തിലിട്ട് ജസ്റ്റ് നമ്മൾ കഴുകുന്ന പോലെ കഴുകിയെടുക്കുക. കണ്ടോ അപ്പോൾ നല്ലോണം ബെൻഡ് ആവുന്നില്ലേ. അപ്പോൾ പുതിയ ബ്രഷ് എടുക്കുമ്പോൾ ഇത് നോക്കുക. ഇവിടെ ഞാൻ നിങ്ങൾക്ക് രണ്ട് ബ്രഷിൻ്റെ എക്സാമ്പിൾസ് കാണിച്ചു തരാം. രണ്ടും ഫ്ലാറ്റ് ബ്രഷാണ്. അതിൽ ഒന്നിന് ലെഫ്റ്റ് സൈഡിലുള്ളതിനെ ഞാൻ യൂസ് ചെയ്ത് ഡാമേജ് ആക്കിയതാണ്. ഫ്ലാറ്റ് ബ്രഷിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഷ് അടിക്കാനും ഫ്ലാറ്റായിട്ട് യൂസ് ചെയ്യാനാണ് ഫ്ലാറ്റ് ബ്രഷ്. അതിനെ ഞാനിങ്ങനെ കുത്തി കളിച്ചിട്ടാണ് അത് ഇങ്ങനെ ആയിപ്പോയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് മോപ്പ് ബ്രഷിൻ്റെ പോലെ ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ബ്രഷിനും ഓരോ പേർപ്പസ് ഉണ്ട്, ഓരോ ഇതുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തിനാണത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഒരേ ബ്രഷിനെ 2-3 മീഡിയത്തിൽ യൂസ് ചെയ്യാതിരിക്കുക. അതായത് ആക്രിലിക്കിന് യൂസ് ചെയ്യുന്ന ബ്രഷിന് ആക്രിലിക്കിന് മാത്രം യൂസ് ചെയ്യുക, വാട്ടർ കളറിന് യൂസ് ചെയ്യുന്ന വാട്ടർ കളറിന് മാത്രം യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലെഫ്റ്റ് സൈഡിലുള്ളത് ആക്രിലിക്കിന് യൂസ് ചെയ്യുന്ന ബ്രഷും റൈറ്റ് സൈഡിലുള്ളത് എൻ്റെ വാട്ടർ കളർ ബ്രഷുമാണ്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. ആക്രിലിക്കിന് യൂസ് ചെയ്യുന്ന ബ്രഷ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലോണം റഫാവും. വാട്ടർ കളറിൻ്റെ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. വാട്ടർ കളറിന് ആക്രിലിക്കിൻ്റെ അത്ര ഡാമേജ് ആവില്ല. ഒരിക്കലും നമ്മൾ ബ്രഷ് സ്റ്റോർ ചെയ്യുമ്പം അതിൻ്റെ ഹെഡ്, അതായത് ടിപ്പ് താഴോട്ടുള്ള രീതിക്കല്ല ഇടേണ്ടത്. ടിപ്പ് നേരെ കുത്തനായിട്ടാണ് ഇടേണ്ടത്. ടിപ്പ് മുകളിലാണ് വരേണ്ടത്. ഒരിക്കലും കുത്തനെ നിൽക്കുന്ന പോലെ ബ്രഷിനെ വെക്കരുത്. അതേപോലെ നമ്മൾ ബ്രഷ് കഴുകുകയാണെങ്കിൽ അതിനെങ്ങനെ വെള്ളത്തിൽ കുറേ നേരം ഇടരുത്. ഇപ്പോൾ റൗണ്ട് ബ്രഷൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പ് വേഗം പോകും, ഡാമേജ് ആവും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അതേപോലെ ആ മെറ്റലിനകത്ത് വെള്ളം കയറും ചെയ്യും. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിലുണ്ടെങ്കിൽ വേഗം അത് തുണിയെടുത്ത് തുടച്ച് മാറ്റുക. വെള്ളം ഒരിക്കലും ബ്രഷിൻ്റെ മുകളിൽ അധികം വെക്കരുത്. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രൈ ആക്കി വെക്കുക ബ്രഷിനെ യൂസ് ചെയ്യാത്ത സമയത്ത്. നമ്മൾ യൂസ് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ബ്രഷ് ഹോൾഡേഴ്സിലേക്ക് ഇടുന്നതിന് പകരം അതിനാദ്യം കുറച്ച് നേരം ഡ്രൈ ആവാൻ ടേബിളിൻ്റെ മുകളിൽ ഹോറിസോണ്ടലി വെക്കുക. കുത്തനെ വെക്കരുത്. കുത്തനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫേണിലേക്ക്, അതായത് മെറ്റൽ ഉള്ളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഗ്ലൂ ഒക്കെ വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും കുത്തനെ വെക്കരുത്, കിടത്തി മാത്രം വെക്കുക. ഇനി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ബ്രഷിനെ കഴുകി വെക്കാതിരുന്നാൽ അതെന്നെങ്കിൽ വീഡിയോ കാണുന്ന പോലത്തെ അവസ്ഥയാവും. അത് ആക്ച്വലി വൈറ്റ് ബ്രിസിൽസുള്ള ബ്രഷായിരുന്നു. ആക്രിലിക്കിന് യൂസ് ചെയ്തിട്ട് ഞാൻ കഴുകാൻ മറന്നുപോയത് എന്തോ ആണ്, പഴയ ബ്രഷ്. ഇനി നമ്മളെങ്ങനെ പാലറ്റിനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ എൻ്റെ പാലറ്റിൻ്റെ കോലങ്ങളിൽ ഇങ്ങനെ ഒരിക്കലും ആക്കരുത്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വെക്കുക. ഇതപ്പം കഴുകി വെക്കാത്തതിൻ്റെ റിസൾട്ടാണ് ഇത്ര ഡാമേജ് ആയിട്ട് ഇത്ര വൃത്തിയായിട്ട് എൻ്റെ പാലറ്റ് ആയത്. അപ്പോൾ നിങ്ങളിത് ഒരിക്കലും ചെയ്യരുത്. ടെർപ്പൻറ്റൈനോ എന്തെങ്കിലും യൂസ് ചെയ്ത് യൂസിന് ശേഷം ഇമ്മീഡിയറ്റ്ലി കഴുകുക.
അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കഴുകാനൊന്നും സമയമില്ല, ഭയങ്കര ബിസി ഷെഡ്യൂൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫുഡ് റാപ്പ് ഉണ്ടാവില്ലേ, അത് നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്ലൈവുഡോ എന്തെങ്കിലും കാർഡ്ബോർഡ് ബോർഡോ അങ്ങനെ എടുത്തിട്ട് ഫുഡ് റാപ്പ് കൊണ്ട് കവർ ചെയ്യുക. അപ്പോൾ ഫുഡ് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യുകയോ പെയിൻറ്റ് എടുക്കുകയോ എന്താണെങ്കിലും ചെയ്യുക. യൂസ് കഴിഞ്ഞാൽ ഫുഡ് റാപ്പ് ജസ്റ്റ് ഊരിക്കളഞ്ഞാൽ മതി. ഇപ്പോൾ പ്ലാസ്റ്റിക് ബാൻ ചെയ്യുന്ന സ്ഥലത്ത് ഇനി ഇത് കിട്ടുമോയെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഫുഡ് റാപ്പ് ഇല്ല നിങ്ങളെ കയ്യിൽ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പീസ് ഓഫ് ഗ്ലാസ് യൂസ് ചെയ്യാം. പെയിൻറ്റ് പിടിക്കില്ല, എക്സ്പെഷ്യലി ആക്രിലിക്കൊന്നും തീരെയും പിടിക്കില്ല. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സ്ക്രാപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അത് ശരിക്കും ഡ്രൈ ആയ പെയിൻറ്റാണ്, നിങ്ങൾക്ക് വീഡിയോ കാണാം. ഇത് ജസ്റ്റ് നനഞ്ഞൊരു തുണീനെ കൊണ്ട് റബ്ബ് ചെയ്താൽ ക്ലീനായി കിട്ടും. അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് യൂസ് ചെയ്യാം. നമ്മളെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രൈ ആവാനിടുക. ഡ്രൈ ആയി കഴിഞ്ഞാൽ നനഞ്ഞൊരു തുണീനെ കൊണ്ട്, ഇതിനായിട്ടൊരു തുണി വെച്ചാൽ മതി, നനഞ്ഞൊരു തുണീനെ കൊണ്ട് ജസ്റ്റ് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഴയതുപോലെ ക്ലീൻ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ ആർട്ട് സപ്ലൈസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ എത്രത്തോളം നശിപ്പിച്ച് കളഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു റഫ് ഐഡിയ കിട്ടിക്കാണില്ലേ. പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് നമ്മളെ പെയിൻറ്റ് ബ്രഷ് ഡാമേജ് ആയി എന്ന് പറയുക, അല്ലെങ്കിൽ നമുക്ക് ഇനി ഉപയോഗിക്കാനേ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായെന്ന് പറയാം. ഒന്നാമത്തേതെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഡീറ്റെയിൽ ബ്രഷ്, അതായത് റൗണ്ട് ബ്രഷ്, ഇങ്ങനെ പോയിൻ്റായിട്ട് കൂർത്ത് നിൽക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷൊക്കെ ചിലപ്പോൾ പൂക്കുറ്റി പോലെയാവും. ഇങ്ങനെ നിൽക്കേണ്ട ബ്രഷ് ഇങ്ങനെയാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റില്ല. ആ ബ്രഷ് നമുക്ക് സൈഡിലേക്ക് വെക്കാം. പിന്നെ ഈ വല്ല ടെക്സ്ചർ ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ വെറുതെ കുത്താനും അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഡീറ്റെയിലിങ്ങിന് പിന്നെ അതിനെ പറ്റില്ല. അപ്പോൾ അതിനെ സൈഡിലേക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് ചിലപ്പം ബ്രഷ് നമ്മൾ സ്റ്റോർ ചെയ്തതിൻ്റെ തെറ്റാവാം, എടുത്ത് വെച്ചതിൻ്റെ തെറ്റാവാം, അല്ലെങ്കിൽ കുറേ നേരം വെള്ളത്തിൽ ഇട്ടിട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കുറേ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കേണ്ട ടിപ്പ് ഓൾമോസ്റ്റ് ഇങ്ങനെയാണ്, ഒരു ബെൻഡ് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചിങ്ങനെ നേരെ നിന്നതെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും ആ ബ്രഷിന് നമുക്ക് സൈഡിലേക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് ചില ബ്രഷുകൾ, ഈ വലിയ ബ്രഷോ ഡിപ്പെൻസ്, ചില ബ്രഷുകൾ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഹെയർസ് ഉണ്ടല്ലോ അതിങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ്ങിലൊക്കെ ഇത് പറ്റി പിടിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. ആ സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് ആ ബ്രഷിനെ സൈഡിലേക്ക് വെക്കാം. പാലറ്റിന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കത് പോയാലും ആക്രിലിക് യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്രിലിക് എന്തായാലും പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഉണങ്ങി വരുമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യുന്നതിനൊക്കെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കീപ് നീറ്റ്, അതാണ് അതിൻ്റെ ഒരു ഇത്. അത് ഞാൻ ചെയ്യാത്തതിനെ കൊണ്ടാണ് എൻ്റെ സാധനം അങ്ങനെ ആയത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻറ്റുകൾ എപ്പോഴും അടച്ചു വെക്കുക, ഒരുപാട് വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കാതിരിക്കുക. രണ്ട് എക്സ്ട്രീം സംഭവങ്ങൾ പെയിൻറ്റിന് പറ്റില്ല. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ബിലോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്. അതേപോലെ പുതിയതായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ഇന്നേ വരെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അപ്പം പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ.